നമസ്കാരം. നാട്ടുവർത്തമാനം തുടങ്ങുന്നു. ആദ്യം പ്രധാന പ്രാദേശിക വാർത്തകൾ. പയ്യന്നൂരിൽ CPM BJP സംഘർഷം. ഇന്ന് പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ BJP ഹർത്താൽ. പോലീസ് ദളിത് പീഡനം നടത്തുന്നുവെന്നാരോപിച്ച് ടെക്നോ പാർക്കിലെ സ്ഥാപനത്തിനെതിരെ ജീവനക്കാരുടെ പ്രതിഷേധം ശമ്പളം നൽകുന്നില്ലെന്നാരോപിച്ച് കമ്പനി മേധാവി വനിതാ ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറിയെന്നും പരാതി. കോളേജ് പ്രവേശനത്തിൽ ക്രമക്കേടെന്ന ആരോപണം. മികവുള്ള കായിക താരങ്ങളെ ഉൾപ്പെടുത്താതെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. സംഭവം മങ്കട ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ. ഇടുക്കിയിൽ കയ്യേറ്റത്തിനെതിരായി ശക്തമായ നടപടി. ചിന്നക്കനാലിൽ സ്വകാര്യ വ്യക്തിയുടെ കയ്യേറ്റം ഒഴിപ്പിക്കൽ ഭൂസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ. കയ്യേറിയത് ആദിവാസി പുനരധിവാസ പദ്ധതിക്കായി സർക്കാർ കണ്ടെത്തിയ 8 ഏക്കർ ഭൂമി. കാസർഗോഡ് കുമ്പളയിൽ ബെബ്കോ ഔട്ട്ലെറ്റിനെതിരായ ജനകീയ സമരം 100 ദിവസം പിന്നിട്ടു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മദ്യവിൽപ്പനശാലയ്ക്കെതിരായ രാപ്പകൽ സമരത്തിൽ അണിചേരുന്നുണ്ട്. കണ്ണൂരിലെ പയ്യന്നൂർ മണ്ഡലത്തിൽ BJP ഹർത്താൽ തുടരുന്നു. ഇന്നലെ CPM പ്രവർത്തകനായിരുന്ന ധനരാജിന്റെ 1ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രകടനത്തിന് നേരെ ബോംബേറുണ്ടായതിനെ തുടർന്ന് പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ അക്രമങ്ങൾ അരങ്ങേറിയിരുന്നു. CPM BJP പ്രവർത്തകരുടെ 8ഓളം വീടുകൾ തീവെച്ച് നശിപ്പിച്ചു. BJP ഓഫീസിനും തീവെച്ചിരുന്നു. ഇന്ന് വൈകിട്ട് കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട BJP പ്രവർത്തകൻ രാമചന്ദ്രന്റെ അനുസ്മരണ പരിപാടി പയ്യന്നൂരിൽ നടക്കാനിരിക്കെ പോലീസ് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി സജിത്ത് ചേരുന്നു. സജിത്ത്, ആദ്യ മണിക്കൂറിൽ ഹർത്താൽ പൊതുവെ സമാധാനപരമാണോ? രഞ്ജിനി, ഹർത്താൽ ആദ്യ മണിക്കൂറിൽ പൊതുവെ സമാധാനപരമാണ്. എങ്കിലും അക്രമ സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ശക്തമായ സുരക്ഷാ സംവിധാനമാണ് പയ്യന്നൂരും പരിസരത്തേക്കും പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി കൊല്ലപ്പെട്ട BJP പ്രവർത്തകൻ രാമചന്ദ്രന്റെ 1ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടി പയ്യന്നൂരിൽ നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു ആക്രമണത്തിന് ഉണ്ടാവാനുള്ള സാധ്യത വീണ്ടും പോലീസ് തള്ളിക്കളയുന്നത്. വ്യാപകമായ അക്രമമായിരുന്നു ഇന്നലെ പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായത്. 8ഓളം വീടുകൾ പൂർണ്ണമായും തീവെച്ച് നശിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇന്നലെ ധനരാജ് ബന്ധപ്പെട്ട് നടന്ന CPMന്റെ പ്രകടനത്തിന് നേരെ ഉണ്ടായ ബോംബേറിനെ തുടർന്നാണ് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. ആ ഒരു സാഹചര്യം ഇപ്പോഴും പയ്യന്നൂർ നിലനിൽക്കുന്നു. കനത്ത സുരക്ഷാ സംവിധാനമാണ് ഇത്തരത്തിൽ സാഹചര്യത്തിൽ പയ്യന്നൂർ ഒരുക്കിയിരിക്കുന്നത്. രഞ്ജൻ, സജിത്ത, ഇന്ന് പയ്യന്നൂരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായും രഞ്ജിനി, അത്തരത്തിലൊരു സാഹചര്യത്തിൽ തന്നെയാണ് പയ്യന്നൂരും പരിസര പ്രദേശങ്ങളും ഇപ്പോഴും ഉള്ളത്. ഏതെങ്കിലും രീതിയിലുള്ള അക്രമ സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം ഇരുട്ടിന്റെ മറവിൽ ഇന്നലെ രാത്രിയിലും വൈകിയും അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. അത് CPMന്റെ അതുപോലെ തന്നെ RSS പ്രവർത്തകരും വീടുകൾ തെരഞ്ഞു പിടിച്ചായിരുന്നു അക്രമം. വീട് കത്തിക്കുന്ന BJP ഓഫീസ് അടക്കം കത്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇതുവരെ ആരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ടോട് പയ്യന്നൂർ നഗരമധ്യത്തിലോട് അന്നൂരിൽ തന്നെയാണ് രാമചന്ദ്രന്റെ അനുസ്മരണ പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെയും RSSന്റെയും പ്രവർത്തകർ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പയ്യന്നൂരേക്ക് എത്താൻ സാധ്യതയുണ്ട്. പ്രകടനങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അക്രമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കനത്ത സുരക്ഷാ സംവിധാനവും ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. BJPയുടെ ഹർത്താൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സജിത്ത. തിരുവനന്തപുരം കാട്ടാക്കടയിൽ BJP ഹർത്താൽ. വീട് തകർന്ന ദളിത് കുടുംബം കുളത്തുമൂൽ വില്ലേജ് ഓഫീസിൽ അനധികൃതമായി താമസിച്ചിരുന്നു. ഇവരെ കഴിഞ്ഞ ദിവസം പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് ഒഴിപ്പിച്ചു. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചും ദളിത് കുടുംബത്തിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടും വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കോഴിക്കോട് നന്ദി ബസാറിൽ മുസ്ലിം ലീഗ് പ്രവർത്തകന് വെട്ടേറ്റ PP കരീമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുസ്ലിം ലീഗ് മുടാടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റാണ് വെട്ടേറ്റ കരീം. ആക്രമണത്തിന് പിന്നിൽ CPM ആണെന്ന് ലീഗ് ആരോപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നു. അനൂപ്, എപ്പോഴായിരുന്നു സംഭവം? രഞ്ജിനി, ഇന്നലെ രാത്രി 9:30 അക്രമം നടന്നത്. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന കരീമിനെ 4 അംഗ സംഘമെത്തി വെട്ടി പരിക്കേൽക്കുകയായിരുന്നു. ഇടത് കൈക്കും ഇടത് കാലിനുമാണ് പരിക്കേറ്റത്. കരീമിനുടൻ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരുക്ക് ഗുരുതരമല്ല. ഈ അക്രമ സംഭവത്തിന് പിന്നിൽ CPM ആണെന്നാണ് ലീഗ് പ്രവർത്തകർ ആരോപിക്കുന്നത്.
കഴിഞ്ഞ ഒരു മാസമായി നന്ദി ബസാർ കേന്ദ്രീകരിച്ച് CPM-ഉം മുസ്ലിം ലീഗ് പ്രവർത്തകരും തമ്മിൽ സംഘർഷവും മറ്റ് ആക്രമ സംഭവങ്ങളും തുടരുകയാണ്. ഇതിന്റെ തുടർച്ചയാണ് മൂടാടിയിലെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായ കരീമിന് നേരെയുള്ള ആക്രമണമെന്ന് ലീഗ് ആരോപിക്കുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് നന്ദി ബസാറിൽ ലീഗ് ഹർത്താൽ ആചരിക്കുകയാണ്. വൈകിട്ട് പ്രതിഷേധ പൊതുയോഗവും നടത്തുന്നുണ്ട്. രഞ്ജിനി, അനൂപ്, ഈ ഒരു സംഭവത്തിൽ പോലീസ് നൽകുന്ന ഒരു വിശദീകരണം ഏത് തരത്തിലാണ്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രദേശത്ത് കഴിഞ്ഞ മാസം ഇതിന് ആദ്യമുണ്ടായ സംഭവം കഴിഞ്ഞ മാസം ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് CPM പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഒരു CPM പ്രവർത്തകനും ഒരു ലീഗ് പ്രവർത്തകനും പരിക്കേറ്റു. തുടർന്ന് പ്രദേശത്ത് തുടർച്ചയായി അക്രമ സംഭവങ്ങൾ നടക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് വിഷയത്തിലെ ഒരു വലിയ രീതിയിലേക്ക് പോയി. അത് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് നേതാവിനെ തന്നെ വെട്ടിപ്പരിക്കേൽക്കുന്ന രീതിയിലേക്ക് എത്തിയത് എന്ന അനുമാനത്തിലാണ് പോലീസ് ഉള്ളത്. രഞ്ജിനി, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നിലവിൽ ഇപ്പോൾ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. എങ്കിലും പ്രദേശത്തെ 3 CPM പ്രാദേശിക നേതാക്കൾ ഒളിവിലാണ് എന്ന രീതിയിൽ പോലീസ് വിവരം നൽകുന്നുണ്ട്. ഇവർക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നതായി, അതായത് കരീമിന്റെ മൊഴി അനുസരിച്ച് ഗുരുതരമായി പരിക്കേൽക്കാതിനാൽ പോലീസ് ഇന്നലെ രാത്രി തന്നെ പോലീസിനോട് സംസാരിച്ചു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് CPM പ്രാദേശിക നേതാക്കൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നത്. രഞ്ജിനി, അനൂപ്, അതുപോലെ തന്നെ ഈ വെട്ടേറ്റ കരീമിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ആശുപത്രി അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം ഏത് തരത്തിലാണ്? രഞ്ജിനി, അല്പം മുമ്പ് നമ്മൾ ആശുപത്രിയിലെ PROയുമായും ഡോക്ടർമാരുമായും സംസാരിച്ചിരുന്നു. അവർ നൽകുന്ന വിവരം അനുസരിച്ച് കാര്യമായ പേടിക്കേണ്ട തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കരീമിനില്ല. ഇടത് കൈക്കും അതേപോലെ തന്നെ ഇടത് കാലിനുമാണ് പരിക്കേറ്റത്. പരിക്ക് ഈ 2 പേർക്കും ഗുരുതരമല്ല. ഒരു 2 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം കരീമിനെ വീട്ടിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ നമ്മോട് വിശദീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനൂപ്. മറ്റൊരു വാർത്തയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്തേക്കും. ദിലീപിന്റെ അനുജൻ അനൂപ്, നാദിർ ഷാ എന്നിവരെയാണ് വീണ്ടും ചോദ്യം ചെയ്യുക. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാമ, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് വേണോ കരുതാൻ? രഞ്ജിനി, അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും. ദിലീപ് അറസ്റ്റിലായതിനു പിന്നാലെ കൂടുതൽ അറസ്റ്റുകൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുകളും കസ്റ്റഡിയിലെടുക്കും, അല്ലെങ്കിൽ കൂടുതൽ പേരെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇന്നലെ പുറത്തു വന്ന റിമാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് അപ്പുണ്ണിക്ക് പ്രതികളുമായി പൾസർ സുനിയുമായി നിരന്തരമായ ബന്ധമുണ്ട്. ഈ ഗൂഢാലോചനയെ പറ്റി അപ്പുണ്ണിക്ക് അറിയാമായിരുന്നു. ഒപ്പം ഈ കുറ്റകൃത്യം അപ്പുണ്ണി പോലീസിനെ അറിയിക്കുന്നതിൽ നിന്നും മറച്ചുവെച്ചു, കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ദിലീപിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പുണ്ണിയെ സ്വാഭാവികമായും അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അപ്പുണ്ണിയെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. കൂടുതൽ ചോദ്യം ചെയ്യലിൽ അപ്പുണ്ണിക്ക് ഇതുമായി ബന്ധമുണ്ട് എന്ന് പോലീസിന് വ്യക്തമായാൽ, അക്കാര്യത്തിൽ പോലീസ് വ്യക്തത വരുത്തിയാൽ അപ്പുണ്ണിക്കെതിരെ തെളിവുകളുണ്ടെങ്കിൽ സ്വാഭാവികമായും അപ്പുണ്ണിയെ പ്രതിയാക്കുകയും ചെയ്യും. കേസിൽ ദിലീപിനൊപ്പം നിരന്തരമായി പൾസർ സുനിയുമായി നിരന്തരമായ ബന്ധമുള്ള ഒരാളായിരുന്നു അപ്പുണ്ണി എന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ദിലീപിന്റെ മാനേജറാണ് അപ്പുണ്ണി. ശാസ്ത്രീയമായ തെളിവുകളും സാക്ഷിമൊഴികളും കോൾ രേഖകളും താമസരേഖകളും അടക്കം പരിശോധിക്കുമ്പോൾ ഇതിലെല്ലാം ദിലീപ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം അപ്പുണ്ണിയുടെയും സാന്നിധ്യമുണ്ട്. എറണാകുളം അബാദ് പ്ലാസയിൽ വെച്ച് 2013 മാർച്ച് മാസം 26 മുതൽ ഏപ്രിൽ 7 വരെ ദിലീപ് അവിടെ താമസിക്കുമ്പോൾ പൾസർ സുനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അപ്പുണ്ണിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അന്ന് മുതൽ പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ഗൂഢാലോചന, അതിന് സാന്നിധ്യമായി അപ്പുണ്ണി ഉണ്ടായിരുന്നു. ഒപ്പം തൃശൂർ ടെന്നീസ് ക്ലബിൽ ജോർജ് ടെന്നീസ് പൂരത്തിന്റെ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് പൾസർ സുനിയും ദിലീപുമായി സംസാരിക്കുമ്പോൾ ഗൂഢാലോചന നടക്കുമ്പോൾ അപ്പുണ്ണി അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തോപ്പുംപടി സ്വിഫ്റ്റ് ജംഗ്ഷൻ, തൊടുപുഴ ശാന്തിഗിരി കോളേജ്, ജോയ്സ് പാലസ് ഹോട്ടൽ, തൃശ്ശൂരിലെ ജോയ്സ് പാലസ് ഹോട്ടൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ദിലീപും പൾസർ സുനിയുമായി നേരിട്ട് കാണുമ്പോൾ അവിടെ അപ്പുണ്ണിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നിരന്തരമായ ഗൂഢാലോചനയിൽ അപ്പുണ്ണി പങ്കാളിത്തം ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ശ്യാമ, ഈ ദിലീപിനെ ഇന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ എപ്പോഴത്തേക്കായിരിക്കും ഒരു ഹാജരാക്കുക? നടി ആക്രമിക്കപ്പെട്ടതിന്റെ ഗൂഢാലോചന കേസിൽ റിമാൻഡിൽ കഴിയുന്ന ദിലീപിനെ ഇന്ന് 9:30 അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുക. കോടതിയുടെ പ്രൊഡക്ഷൻ വാറന്റ് അനുസരിച്ചാണ്
ദിലീപിനെ ഹാജരാക്കുന്നത്. അതായത് ദിലീപിനെ നേരിട്ട് ഹാജരാക്കണം എന്ന് കോടതി ഇന്നലെ തന്നെ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ആലുവ അറസ്റ്റിലായ ശേഷം അങ്കമാലി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയപ്പോൾ പോലീസ് ദിലീപിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഇന്നലെ തന്നെ അപേക്ഷ നൽകിയിരുന്നു. ഇതിനൊപ്പം അഭിഭാഷകനായ രാംകുമാർ, ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനായ രാംകുമാർ ദിലീപിന് വേണ്ടി ജാമ്യാപേക്ഷയും നൽകി. ഈ രണ്ട് അപേക്ഷകളും, അതായത് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും ദിലീപിന്റെ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിൽ വരുന്ന സാഹചര്യത്തിലാണ് ദിലീപിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നത്. സാധാരണഗതിയിൽ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കാത്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കേണ്ടതില്ല. എന്നാൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയ സാഹചര്യത്തിലാണ് ദിലീപിനെ അടുത്ത നടപടിക്രമം അനുസരിച്ച് ദിലീപിനെ കോടതിയിൽ ഹാജരാക്കാൻ അങ്കമാലി മജിസ്ട്രേറ്റ് ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയത്. അന്വേഷണ സംഘത്തിനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശവും നൽകിയത്. ദിലീപിനെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ശ്യാം ദേവരാജ്. 2 ദിവസം നീണ്ടുനിന്ന സമരത്തിനു ശേഷം സംസ്ഥാനത്തെ കോഴിക്കടകൾ ഇന്ന് തുറക്കും. ഇറച്ചിക്കോഴിക്ക് കിലോയ്ക്ക് 87 രൂപ നിരക്കിൽ മാത്രമേ വിൽക്കാവൂ എന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശം അംഗീകരിക്കുന്നില്ലെന്നും കൂട്ടിയ വിലയ്ക്ക് ഇറച്ചിക്കോഴി വിൽക്കുമെന്നുമാണ് ഒരു വിഭാഗം വ്യാപാരികളുടെ തീരുമാനം. ചരക്ക് സേവന നികുതി നടപ്പിലായ സാഹചര്യത്തിൽ ഇറച്ചിക്കോഴിയുടെ വില കുറയ്ക്കണമെന്ന നിർബന്ധം സർക്കാർ മുന്നോട്ട് വെച്ചതോടെയാണ് തിങ്കളാഴ്ച മുതൽ കോഴിക്കടകൾ അടച്ചിട്ട് വ്യാപാരികൾ പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസം ധനമന്ത്രി തോമസ് ഐസക്കുമായി നടത്തിയ ചർച്ചയിൽ വില കുറയ്ക്കാമെന്ന് ഒരു വിഭാഗം വ്യാപാരികൾ സമ്മതിക്കുകയും സമരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. സർക്കാരുമായി ധാരണയിലെത്തിയില്ലെങ്കിലും കടകൾ തുറക്കാനാണ് മറ്റ് കോഴി വ്യാപാരി സംഘടനകളുടെയും തീരുമാനം. ഇറച്ചിക്കോഴിക്ക് കിലോ 87 രൂപ എന്ന സർക്കാർ നിലപാട് അംഗീകരിക്കുന്നില്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു. കിലോ 135 രൂപയ്ക്ക് ഇറച്ചിക്കോഴി വിൽക്കാനാണ് പൗൾട്രി ഫാർമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഓഫ് കേരള എന്ന സംഘടനയുടെ തീരുമാനം. 130 ഞങ്ങൾ കൊടുക്കും. ആവശ്യമുള്ളവർക്ക് ഞങ്ങളത് വാങ്ങിക്കാം. ഞങ്ങൾക്ക് ആരെയും ഇതില്ല. ഞങ്ങളുടെ സാധനത്തിന് ധനമന്ത്രി അല്ല വിലയിടുന്നത്. വിലയിടാൻ ധനമന്ത്രിക്ക് അധികാരവുമില്ല. ഞങ്ങളുടെ സാധനമെന്ന് പറയുന്നത് അനിമൽ ഹസ്ബൻഡറിയും കൃഷിമന്ത്രിയുമായ രാജ് സാറും സുനിൽ സാറുമാണ്. അതായത് നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞാൽ CPI മന്ത്രിമാരാണ് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കേണ്ടത് തന്നെ. ഇറച്ചിക്കോഴിക്ക് വില കൂട്ടി വിറ്റാലും സർക്കാരിന് ഇടപെടാൻ പരിമിതികളുണ്ട്. ഈ സാഹചര്യത്തിൽ വില കൂട്ടി വിൽക്കുന്ന കച്ചവടക്കാരെ ജനങ്ങൾ നേരിടണമെന്നായിരുന്നു ധനമന്ത്രി ആഹ്വാനം ചെയ്തത്. ഇതോടെ കൂടിയ വിലയ്ക്ക് വിൽക്കുന്ന കോഴിക്കടകൾക്ക് മുന്നിൽ പ്രതിഷേധമുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. പോലീസ് സംരക്ഷണം തേടി കടകൾ തുറന്നു പ്രവർത്തിച്ചാലും വില കുറച്ച് വിൽക്കാനാകില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഒരു വിഭാഗം വ്യാപാരികൾ. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി VB അരുൺ ചേരുന്നു. അരുൺ, സർക്കാർ നിശ്ചയിച്ച ഒരു നിരക്കിൽ തന്നെയാണോ വ്യാപാരികൾ ഇന്നൊരു വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്? സർക്കാർ കുറഞ്ഞ നിരക്കിൽ കോഴി വിൽക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് 2 ദിവസം വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധം ആചരിച്ചത്. പക്ഷേ അതിനുശേഷം ഇന്നലെ മന്ത്രി വ്യാപാരികൾ ചർച്ച നടത്തിയിരുന്നു. 87 രൂപയ്ക്ക് ലൈവ് ചിക്കൻ, കിലോ 87 രൂപയ്ക്ക് ലൈവ് ചിക്കൻ വിൽക്കാമെന്ന് വ്യാപാരികൾ സമ്മതിച്ചതായും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സമരത്തിന് പിന്മാറിയതായും മന്ത്രി പറഞ്ഞു. എന്നാൽ മന്ത്രി പറഞ്ഞ ഇതുപോലെയല്ല കാര്യങ്ങൾ വിപണിയിലുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് പാളയത്തെ കന്നിമാര മാർക്കറ്റിലെ കോഴി വിൽപ്പന കേന്ദ്രത്തിലാണ്. ഇവിടെ ഇന്നും കിലോ 1 കിലോ ചിക്കന് വില 87 രൂപ എന്ന മന്ത്രിയുടെ ആവശ്യം, മന്ത്രിയുടെ അഭ്യർത്ഥന വ്യാപാരികൾ പൂർണ്ണമായും പാലിക്കുന്നില്ല വേണം പറയാൻ. ചേട്ടാ, എത്ര രൂപയാണ് കിലോ ഇന്ന് ലൈവ് ചിക്കന് വില? 130 രൂപ. മന്ത്രി പറഞ്ഞത് 87 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമെങ്കിൽ വിറ്റാൽ മതി, ഇല്ലെങ്കിൽ വിൽക്കേണ്ടെന്നാണ്. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ മുതലാവില്ല. അത് 130 രൂപ കുറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇത് 130 രൂപ ലൈവ് വിൽക്കുന്നത്. ലൈവ് ചിക്കൻ 130 രൂപ. അല്ലാതെ നമ്മൾ ഈ ഇറച്ചിയായിട്ട് കൊടുക്കുമല്ലോ, ഡ്രസ് ചെയ്തിട്ട്. നമുക്കിവിടെ ലൈവാണ്, ലൈവ് തൂക്കിയിട്ടാണ് നമ്മൾ ഇറച്ചി കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് എത്ര രൂപ വരുന്നത് ലൈവ് ഇറച്ചിക്ക്? അങ്ങനെ തൂക്കുന്നുണ്ടെങ്കിൽ ഒരു 200 രൂപയോളം വരും. 160 രൂപ 200 രൂപയ്ക്കകം വരും. 200 രൂപയ്ക്കകത്ത്. മന്ത്രി പറയുന്നത് നിങ്ങൾ അങ്ങനെ വിൽക്കേണ്ടതാണ്. പക്ഷേ നിങ്ങൾക്ക് നിയമ നടപടിയായി സർക്കാർ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നിയമ നടപടിയായി സർക്കാർ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇതാവും. നമ്മൾ എന്താ പറയുക, നമുക്ക് ബിസിനസ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ അറസ്റ്റ് ചെയ്യട്ടെ, അല്ല എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾ ഇത് തടയണം. കാരണം കോഴി വ്യാപാരികൾ കൊള്ളക്കച്ചവടം നടത്തുന്നു, വലിയ ലാഭം ഉണ്ടാക്കുന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. അങ്ങനെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടന പ്രതിഷേധമൊക്കെ ഇന്നലെ കട അടച്ചിട്ട് തന്നെ ജനങ്ങൾ കിടന്ന് ഓടുക ചിക്കന് വേണ്ടിയിട്ട്. ആ ജനങ്ങൾ എന്ത് ചെയ്യും? 200 രൂപ വിറ്റ കടകളുണ്ട് നല്ല ലൈവായിട്ട്. ജനങ്ങൾ എന്ത് ചെയ്യും? ജനങ്ങൾ വാങ്ങും. ജനങ്ങൾ കഴിക്കണമല്ലോ. ജനങ്ങൾ കഴിക്കണ്ട, സാധനം കഴിക്കട്ടെ. ചിക്കൻ കഴിക്കുന്നുള്ളൂ. അപ്പം ജനങ്ങൾ എന്തോരോട് ജനങ്ങൾ വാങ്ങിക്കും. ജനങ്ങളുടെ ഭാഗത്ത് പ്രതിഷേധങ്ങൾ ഒരു പ്രതിഷേധവും നമുക്ക് വിൽക്കണ വിറ്റാൽ മതി, ഇല്ലെങ്കിൽ ഇല്ല.
രഞ്ജിനി, ഇതുതന്നെയാണ് വ്യാപാരികളുടെ നിലപാട്. 87 രൂപയ്ക്ക് ഒരു കാരണവശാലും ലൈവ് ചിക്കൻ വിൽക്കാൻ കഴിയില്ല. ഇറച്ചിയാണെങ്കിൽ മന്ത്രി പറഞ്ഞ 157 രൂപ, അതും ഒരു തരത്തിലും വിൽക്കാൻ കഴിയുന്ന ഒരു വിലയല്ല. 200 രൂപയെങ്കിലും മിനിമം ഒരു കിലോ ഇറച്ചിക്ക്, കോഴി ഇറച്ചിക്കാകും. അതുപോലെ തന്നെ ലൈവ് ചിക്കനും 130 രൂപയ്ക്കാണ് ഇവർ വിൽക്കുന്നത്. മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ ഭാഗത്ത് വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഇവർ കരുതുന്നുമില്ല. കാരണം ഇന്നലെ 200 രൂപയ്ക്ക് പോലും 2 ദിവസം കടയടപ്പായിരുന്നു. പക്ഷേ ചില വ്യാപാരികൾ ഇന്നലെയും കോഴിക്കടകൾ തുറന്നു പ്രവർത്തിപ്പിച്ചു. അവിടെ 200 രൂപ വരെ ലൈവ് ചിക്കന് 87 രൂപയ്ക്ക് മന്ത്രി വിൽക്കാൻ പറഞ്ഞ സ്ഥാനത്ത് 200 രൂപയ്ക്ക് വരെ വിറ്റ അനുഭവങ്ങളുണ്ട്. ജനങ്ങൾക്ക് വലിയ ആവശ്യം ഇപ്പോഴും ചിക്കനുണ്ട്. ചിക്കൻ കഴിക്കാൻ അവർ എത്ര വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാകുമെന്ന പ്രതീക്ഷയും വിശ്വാസവുമാണ് വ്യാപാരികൾ നൽകിയത്. അതുകൊണ്ട് തന്നെ സർക്കാർ വിധത്തിലുള്ള സമ്മർദ്ദവും ഭീഷണിയും വിലപ്പോകില്ലെന്നും വ്യാപാരികൾ പറയുന്നു. രഞ്ജിനി.